ഇന്നത്തെ ഒരു പത്രം കൊടുത്ത വാർത്തയാണിത്. ഇതിൽ CAA പിണറായി പേജ് 8 നോക്കൂ എന്ന് സതീശൻ. ഇപ്പോൾ പ്രകടന പത്രിക ആരോപണത്തിനുള്ള മറുപടിയാണെന്നാണ്. ഞാൻ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു, അതിനുള്ള മറുപടിയാണ്. സതീശനും മലയാള മനോരമയും പരസ്പരം വിശ്വസിക്കുന്നവരാണ്. പക്ഷേ മലയാള മനോരമ ഇതിൽ വലിയ കളിയിലാണ് പെട്ടത് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത്. ഇവിടെ അവരുടെ പ്രകടന പത്രികയുടെ കോപ്പിയാണിത്, ഇവരിറക്കിയ പ്രകടന പത്രികയുടെ. നമ്മുടെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് പ്രകടന പത്രിക മൗനം പാലിച്ചു. എന്താണൊന്നും പറയാതിരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം തീർത്തും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിലൊരു ഉരുണ്ടുകളിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയുടെ പേജ് 8 ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം. ഇതാണ് ആ പേജ് 8 ഭാഗം. അതിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും നൽകുന്ന മുഴുവൻ സംരക്ഷണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ വലിയ വാദം. ഇദ്ദേഹത്തിൻ്റെ വാദത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഈ പേജ് 8 പറയുന്ന ഭാഗം അതൊന്നാമതായിട്ട് തന്നെ പറയാണ്. വി വിൽ റെസ്പെക്ട് ആൻഡ് അപ്ഹോൾഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രാക്ടീസ് വൺസ് ഫെയ്ത്ത് ആൻഡ് ദ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ടു റിലീജിയസ് മൈനോറിറ്റീസ് അണ്ടർ ആർട്ടിക്കിൾസ് 15, 16, 25, 26, 28, 29 and 30 of the Constitution. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ആർട്ടിക്കിൾ 14 അതാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായിട്ട് പറഞ്ഞ ഒരു ഭാഗം. അത് ഈ സംരക്ഷണമാണ്, ആ ഭാഗമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 16, 25, 26, 28, 29, 30 എന്നിവ പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയും വിശ്വാസങ്ങൾ പാലിക്കാനുള്ള മൗലികാവകാശത്തെയും മാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല കാര്യം തന്നെയാണ്, അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് നല്ലതാണെന്ന് തന്നെ അംഗീകരിക്കാം. പക്ഷേ ഈ പാരഗ്രാഫ് കൊണ്ട് പൗരത്വ നിയമ ഭേദഗതി ഉയർത്തുന്ന പ്രശ്നങ്ങളെ കോൺഗ്രസ് അഭിസംബോധന ചെയ്തു എന്ന് പറയാനാവൂ? അപ്പോൾ കാണേണ്ടത് പൗരത്വ ഭേദഗതി നിയമം ഉയർത്തുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും ആർട്ടിക്കിൾ 14 കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഈ ആർട്ടിക്കിൾ 14 എന്ന ഒരു വാക്ക് ഈ ഭാഗത്തേ ഇല്ല, ഈ പാരഗ്രാഫിലേ ഇല്ല.
ഈ പേജിലേ കാണാനാവില്ല. ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താ? ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിലേവർക്കും നിയമത്തിന് മുന്നിൽ സമത്വം, തുല്യമായ സംരക്ഷണം ഉറപ്പുവരുത്തും എന്നതാണ് ആർട്ടിക്കിൾ 14 അന്തസത്ത. അത് ഇവിടെ പൂർണ്ണമായും ലംഘിക്കുന്ന അവസ്ഥയാണ് പൗരത്വം മതാധിഷ്ഠിതമാക്കുന്നത് വഴി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് മിണ്ടാതിരിക്കുന്നത്, അതിനെക്കുറിച്ച് ശബ്ദിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രകടന പത്രികയിൽ അത്തരമൊരു കാര്യമേ ഇല്ല. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. ഇവിടെ കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ കഴിഞ്ഞ 10 കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ നിയമങ്ങൾ തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: We promise that all anti-people laws passed by the BJP NDA without proper parliamentary scrutiny and debate, especially those relating to workers, farmers, criminal justice, environment and forests, and digital data protection, will be thoroughly reviewed and changed. ഇത് പേജ് 22 കൃത്യമായിട്ട് പറയുകയാണ്. അത് നല്ലത് തന്നെ. പക്ഷേ ഈ ഓരോ നിയമവും പറഞ്ഞത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത്രത്തോളം പ്രാധാന്യം പൗരത്വ നിയമ ഭേദഗതിക്കുള്ളൂ. പൗരത്വ നിയമ ഭേദഗതി എന്നൊരു വാക്ക് അതിൽ പറഞ്ഞില്ലാലോ. എന്താണ് ഈ നിയമങ്ങളൊക്കെ പറയുമ്പോഴും പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ശബ്ദിക്കാതിരിക്കാൻ കാരണം? ഇവിടെ പേജ് 33 GST നിയമങ്ങൾ മാറ്റുമെന്ന് പറയുന്നുണ്ട്. ആവട്ടെ, നല്ലതാണ്. അതിനൊന്നും ഞങ്ങൾ ഇവരല്ല. ഇപ്പോൾ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആൻഡ് ആക്ട് പുനഃപരിശോധിക്കും എന്ന് പേജ് 36 പറയുന്നുണ്ട്. ഇത്രയെല്ലാം ആക്ടുകളെ കുറിച്ച് പറയുമ്പോൾ എന്തേ ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒന്നും ഇതിനകത്ത് പരാമർശിക്കാതിരുന്നത്? അപ്പോൾ നേരത്തെ പറഞ്ഞ ഭാഗം അത് ശരിയല്ല എന്താണ് നമ്മൾ കാണേണ്ടത്.